ഇത് സ്കൂൾ കാഴ്ചകളാണ്. രാവിലെ 8:10 സമയത്ത് ഇതേപോലെ തണുപ്പാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം സ്കൂളിലേക്ക് പോകുന്ന അവസ്ഥ. നമുക്ക് വീടിൻ്റെ അടുത്താണ് സ്കൂള്. നടന്ന് പോകാവുന്ന ദൂരേ ഉള്ളൂ. നമുക്ക് അങ്ങനെയാണ് സ്കൂളൊക്കെ കിട്ടുക. അഡ്മിഷൻ കിട്ടുന്നത് അങ്ങനെയാണ്. സോൺ വൈസ് ആയിരിക്കും. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സോൺ ഏതാണോ അവിടെയാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുക. നമുക്കിവിടുന്ന് നടന്ന് പോകാവുന്ന ദൂരേ ഉള്ളൂ. ഡെയിലി നമ്മൾ രാവിലെ നടന്ന് പോകും. അതുപോലെ തന്നെ 2:45 ടൈമാണ് സ്കൂൾ വിടുന്നത്. ആ സമയത്ത് നമ്മൾ തിരിച്ചും നടന്ന് തന്നെയാണ് വരുന്നത്. നമുക്ക് വെയിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും അതിനൊന്നിനും ആ ഒരു വെയിലിൻ്റേതായ ഒരു കാര്യമില്ല. നല്ല തണവാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ ബ്രീത്ത് ചെയ്യുമ്പോൾ പോലും നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ ആ പുക ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിള്ളേർക്കൊക്കെ ആകുമ്പോൾ പിന്നെ ആദ്യത്തെ ഒരു ടൈമാണല്ലോ, അതുകൊണ്ട് അവർ തന്നെ ഇങ്ങനെ വഴിക്കൂടെ ഇങ്ങനെ ശ്വാസം വിട്ട് കളിക്കുകയായിരുന്നു. അതുപോലെ വഴിയിൽ മുഴുവൻ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ മുകളിൽ മുഴുവൻ ഐസാണ് കേട്ടോ. ഈ ഐസ് പോകാനായിട്ട് വെള്ളം എടുത്ത് ഒഴിച്ചിട്ടാണ് എല്ലാവരും ഡ്രൈവ് ചെയ്ത് പോവാം. പിന്നെ പുല്ലിൻ്റെ കാര്യം പറയണ്ട, വഴിയിൽ മുഴുവൻ വെള്ള കളർ പുല്ലുകളാണ്. പക്ഷേ ആ വെയിലങ്ങ് അടിക്കുമ്പോൾ ഈ ഐസ് എല്ലാം അങ്ങ് മെൽറ്റായി പോകും കേട്ടോ. എല്ലാം പുല്ലുമ്പോൾ ഫുൾ ഐസ് മയമാണ്. പിന്നെ ഇതിപ്പോൾ സ്കൂൾ വിട്ട സമയമാണ്. നമ്മൾ 2:45 ടൈമിലാണ് സ്കൂൾ വിടുന്നത്. വിട്ടിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവർക്കാണ് ആദ്യം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുക. അതുകൊണ്ടാണ് ആദ്യം ഇങ്ങനെ കുറച്ച് പിള്ളേരെ കാണുന്നത്. കുറച്ചൊരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഉള്ളിൽ നിന്നെല്ലാം പിള്ളേരുകൾ വരും. പിന്നെ ഒക്കെ ക്ലാസ് റൂംസ് ഒക്കെ ഉള്ളിലാണ് കേട്ടോ. പിന്നെ ഇവിടെ പേരൻസിൻ്റെ ബഹളമയാണ്. പിള്ളേരുകളെ കൊണ്ടുവരാനും അതേമാതിരി കൊണ്ടുപോകാനും ഒക്കെ ഒരുപാട് പേരൻസ് വരും. മിക്കവരും വണ്ടിയിലും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ കുറേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആവും വഴി. പിന്നെയെന്ന് പറയാനായിട്ട് നമ്മൾ സ്കൂളിൽ നിന്നാണല്ലോ ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത്. ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഫുഡ് നമ്മൾ ഇന്ന് വന്നപ്പോൾ എടുത്ത് കൊണ്ടുവന്നു കേട്ടോ. അതായത് അവർ ബാക്കി വരുമ്പോൾ ആ ഫുഡ് പിള്ളേർക്ക് കൊടുത്തയക്കും. അത് ഇതേമാതിരി ചെറിയൊരു കണ്ടെയ്നറിലാക്കിയിട്ടാണ് ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത്. 2 നേരം നമുക്ക് ഫുഡ് എടുക്കാം കേട്ടോ. ഇവർക്ക് 10 മണിക്കും 1 മണിക്കുമാണ് സ്കൂളിൽ നിന്ന് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 10 മണിക്ക് കഴിച്ചിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 1 മണിക്ക് കഴിക്കാൻ ഒരു പാക്കും കൂടി എടുത്ത് വെക്കാം. പിന്നെ നമ്മൾ എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ സ്കൂളിലേക്ക് കൊടുത്തയക്കാറുണ്ട്. അതുകൊണ്ട് അവർ ഒരു നേരം ഫുഡ് എടുക്കാറുള്ളൂ. ഇതിപ്പോൾ ചിക്കനാണ്. അതുപോലെ തന്നെ അതിനകത്ത് ക്യാരറ്റും ഗ്രീൻ പീസ് അങ്ങനെ എന്തൊക്കെയോ ഇട്ടിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നമ്മളിതുവരെ കഴിച്ചിട്ടില്ല. ഇത് വെജിറ്റേറിയൻ ആണ്. ഇതും എഴുതി വെച്ചിട്ടുണ്ട്. സ്കൂളിൻ്റെ പേരും വെജിറ്റേറിയൻ എന്നുള്ള സ്പെഷ്യൽ ടാഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബിരിയാണി അരിയില്ലേ, നമ്മുടെ നാട്ടിൽ കൈമ റൈസൊക്കെ മാതിരി അങ്ങനത്തെ ഒരു റൈസാണ്. അതുപോലെ തന്നെ വെജിറ്റേറിയൻ കറിയും കൂടിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറുമക്കറി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇതിന് ചന മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെയെന്ന് പറയാനായിട്ട് ഇവൻ ഇന്ന് വന്നപ്പോൾ ഇവന് ബർത്ത്ഡേ കിറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ് സൺഡേ. അപ്പോൾ ആ കൊച്ചിന്ന് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തു. ഇതൊരു കിറ്റാണ്. ഈ കിറ്റിനകത്ത് 1-2 സാധനങ്ങളുണ്ട് കേട്ടോ. ഒരു ചിപ്സിൻ്റെ പാക്കറ്റ് ഉണ്ട്. പിന്നെയെന്ന് പറയാനായിട്ട് ഇതിനകത്ത് എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ. ഈ പിള്ളേർക്ക് കഴിക്കാനും ഇതൊക്കെ പറ്റിയ എന്തൊക്കെയോ സാധനങ്ങളാണ്. പിന്നെ ലോലിപോപ്പ്, പിന്നെ 2 മെൻറ്റോസ് ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. ആ 2 മെൻറ്റോസ് ഉണ്ട്.